ഓസ്ട്രേലിയൻ ബിസിനസ് മേഖലയെ പിടിച്ചുലച്ച് ഇന്ധനവില കുതിച്ചുയരുകയാണ്. ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഓസ്ട്രേലിയയിൽ നിന്ന് ക്രിസ്റ്റിന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിൽ ഇന്ധനവില കുത്തിനെ ഉയർന്നത് ബിസിനസ് മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. പ്രവർത്തന ചെലവ് വർദ്ധിച്ചത് ലാഭമാർജിനുകൾ കുറയ്ക്കുന്നതിനാൽ പല സ്ഥാപനങ്ങളും തൊഴിലാളികളുടെ ജോലി സമയം വെട്ടിച്ചുരുക്കാനും പുതിയ നിയമനങ്ങൾ നിർത്തിവെക്കാനും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കാനും പ്രേരിപ്പിക്കപ്പെടുന്നു. ബിസിനസ് ന്യൂ സൗത്ത് വെയിൽസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 630-ലധികം സ്ഥാപനങ്ങളിൽ നടത്തിയ സർവേയിൽ 47% തൊഴിലുടമകളും സ്റ്റാഫിംഗ് നിലയും ജോലി സമയവും പുനഃക്രമീകരിച്ചു. 84% ബിസിനസ്സുകളെയും ഇന്ധന ചെലവിലെ വർധന നേരിട്ട് ബാധിച്ചപ്പോൾ 37% ഗുരുതരമായ ആഘാതമുണ്ടായി. 1/3 സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ ജോലി സമയവും വരുമാനവും കുറച്ചു. 35% തൊഴിലാളികൾക്ക് ജോലി സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഇന്ധന ചെലവ് ലാഭിക്കാൻ കൂടുതൽ വർക്ക് ഫ്രം ഹോം ആവശ്യപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ സമ്മർദ്ദം കൂടുതൽ ശക്തം. കാരണം ഉയർന്ന ഗതാഗത ചെലവുകൾ അവിടുത്തെ ബിസിനസ്സുകൾക്ക് ഭാരമാണ്. ബിസിനസ് ന്യൂ സൗത്ത് വെയിൽസിലെ ഡാനിയൽ ഹണ്ടർ പറയുന്നത്, ചെലവുകൾ വർദ്ധിക്കുമ്പോൾ ജോലി സമയം വെട്ടിച്ചുരുക്കുകയോ ജോലി നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത് തൊഴിലുടമകൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് ഒഴിവാക്കാനാകാത്ത തീരുമാനമായി മാറുമെന്നാണ്. ഇന്ധനം, ഗതാഗതം, വിതരണ ചെലവ് എന്നിവയുടെ വർധനവിനൊപ്പം ഉപഭോക്തൃ ചെലവ് കുറഞ്ഞതും ബിസിനസ്സുകൾക്ക് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ ഇടപെടണമെന്ന് വ്യവസായികൾ ആവശ്യപ്പെടുന്നു. പ്രാദേശിക ബിസിനസ്സുകൾക്ക് പേറോൾ നികുതിയിൽ ഇളവ് നൽകണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. കണക്കുകൾ പ്രകാരം ജൂലൈ മുതൽ 3600-ലധികം ബിസിനസ്സുകൾ അടച്ചുപൂട്ടി. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 21% വർധനവാണ്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നതിന് മുമ്പ് അടിയന്തര സഹായം നൽകണമെന്ന് ആവശ്യം ശക്തമാവുകയാണ്. ക്രിസ്റ്റിന ബെന്നി, 24 ഓസ്ട്രേലിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.